قال لا تخافا إنني معكما أسمع وأرى. അറബി മലയാളം അറിയാത്ത നമ്മളെപ്പോലുള്ള പാവം പിടിച്ച എമുക്കളുടെ അണ്ണാക്കിലേക്ക് നിങ്ങൾ നുണയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. തൽക്കാലം എനിക്ക് ചറപറാന്ന് നുണ പറയാനേ എനിക്ക് സാധിക്കൂ. അത് ഇനിയും തുടരും, കാരണം അതിൻ്റെ അന്നമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വീഡിയോയോടുകൂടി നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷം. ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ള ദൗത്യമാണ് നമ്മുടെ ഈ ചാനലായ പാത്ത് ടു ട്രൂത്ത് എന്ന ഈ ചാനൽ നിർവഹിക്കുന്നത്. ആ വിഷയമായിട്ട് ഇന്ന് മറ്റൊരു വിമർശനം, പ്രവാചകന് എതിരായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിമർശനത്തിന് മറുപടി എന്ന നിലയ്ക്കാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ലൈവുകളിൽ പറഞ്ഞിരുന്നു, ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയമാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക, നമ്മൾ അതിന് മറുപടി നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് സെപ്പറേറ്റ് ഒരു ലൈവായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയായിട്ടോ ഒരു പ്രോഗ്രാം, റെക്കോർഡഡ് പ്രോഗ്രാമായിട്ടോ നമ്മൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മളെടുക്കും. വേറെ ചില വീഡിയോകളൊക്കെ ചെയ്ത് വെച്ചതും നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത വീഡിയോകളും ഉള്ളതുകൊണ്ടാണ് അത് കുറച്ച് ലേറ്റാക്കി എടുക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രവാചകനെ വിമർശിച്ചാൽ എന്ത് എന്നുള്ള തലക്കെട്ട്. പ്രവാചകനെ വിമർശിച്ചാൽ ആരിഫ് ഹുസൈന് മറുപടി എന്നുള്ളതാണ്. ഈ അടുത്ത ഒരു വീഡിയോയിൽ ആരിഫ് ഹുസൈൻ ഒരു ടോപ്പിക്കായിട്ട് വെച്ചിട്ട് ഇസ്ലാം പ്രവാചകനെതിരെ ആരെങ്കിലും വിമർശിച്ചാൽ അയാളെ കൊല്ലണം, അയാളുടെ കൈകാലുകൾ എതിർദിശയിൽ വെച്ച് വെട്ടിമുറിച്ച് മാറ്റണം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല പല വീഡിയോകളിലും ഈ വർഗീയത വിളമ്പുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരിഫ് ഹുസൈനാവട്ടെ അല്ലെങ്കിൽ പ്രസംഗികളാവട്ടെ അവർക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്ക് അവർ മാക്സിമം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇവർ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതിൽ എന്തായാലും ആരിഫ് ഹുസൈൻ്റെ ക്ലിപ്പ് ഞങ്ങൾക്ക് കേൾപ്പിക്കാം. Jumping over the necks of the people and trembling, the man stood up. He sat before the prophet and said, Messenger of Allah, I am her master. She used to abuse you and disparage you. വളരെ മോശമായിട്ട് നിങ്ങൾ പറയാറുണ്ടായിരുന്നു. I forbade her, ചെയ്യരുതെന്ന് പറഞ്ഞു. But she did not stop, and I rebuked her, but she did not abandon her habit. I have 2 sons like pearls from her, and she was my companion. Last night she began to abuse and disparage you, so I took a dagger, put it on her belly, and pressed it and killed her. ഞാൻ ഇന്ന പോലെയൊക്കെയാണ് ചെയ്തത്, കുറ്റസമ്മതം നടത്തി. Thereupon the prophet said, O be witness, എല്ലാവരും കണ്ടോളൂ, no retaliation is payable for her blood. എന്ന് വെച്ചാൽ ഇത് ഞമ്മക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വിട്ടിരിക്കണം. ഇതാണ് അവിടെ സംഭവിക്കണം. ഇതിലെവിടെയാണ് മുഹമ്മദ് നബി ഇയാളെ തടഞ്ഞത്? ഇവിടെ അപ്രൂവ് ചെയ്യാണ് ചെയ്തത്. മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച ആളെ കൊല്ലുക എന്ന് പറയുന്നത് അത് രാജാവ് ഉത്തരവിടാതെയും ചെയ്തത് ഇവിടെ അപ്രൂവ് ചെയ്യുന്നു. മുഹമ്മദ് നബി രാജാവായിരിക്കെ ചെയ്തതിന്റെ തോൽവി കഥ അത് നമ്മൾ നേരത്തെ കണ്ടു. കാബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരെങ്കിലും ഉണ്ടോ, ആരാ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജാവിനെ സ്വന്തമായി പഠനമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്? ഇന്ന സ്ഥലത്ത് ഇന്നൊരാൾ എന്നെ അധിക്ഷേപിച്ച് അവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരും, ആരോവിടെ എന്ന് ഉത്തരവിടുന്നു, അവനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരുന്നു, അവനെ മുന്നിൽ അവന്റെ കുറ്റം വായിക്കുന്നു, എന്നിട്ട് അവനെ ശിക്ഷ വിധിക്കുന്നു. ഇതല്ലേ നമ്മുടെ രാജാവ് ചെയ്യേണ്ടത്? നീ ചെയ്തത് തപ്പ് എന്നൊക്കെ നമ്മൾ ബാഹുബലി കണ്ടിട്ടുണ്ടാവും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതല്ലേ രാജാവ് ചെയ്യേണ്ടത്? അതല്ലാതെ ഒളിച്ചും പാത്ത് നീ നുണ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ അവന്റെ തലമുടി മണപ്പിച്ച് നോക്കിയിട്ട് അതിലെ സെന്റ് മണക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് തല കുനിച്ച് പിടിച്ചിട്ട് വെട്ടിക്കൊണ്ട് വരാൻ പറയാൻ അതിനിപ്പോൾ രാജാവിന്റെ ആവശ്യമുണ്ടോ? അതെല്ലാ ഗുണ്ടകളും ചെയ്യുന്നല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുന്നത് തന്നെ ഒരു ഗുണ്ടാ നേതാവാണ്, ബാക്കിയുള്ള ആളുകളെല്ലാം ഗുണ്ട സംഘ അംഗങ്ങളാണ്. ഇത്ര ഇവിടെ വരുന്നുള്ളൂ. അതല്ലാതെ ഇസ്ലാമിൽ ഈ രാജ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പോലും ഇല്ല എന്ന് നമ്മൾ പറയുന്ന അവിടെയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെറിയൊരു ഹദീസാണ് എടുത്ത് വെച്ച് പറയുന്നത്. ഒരു ഹദീസ്. എന്താണ് ഹദീസ് എന്ന് വെച്ചാൽ, ഒരു അന്ധനായ സഹാബി, അദ്ദേഹത്തിന് ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമസ്ത്രീ പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ അന്ധനായ സഹാബി ആ സ്ത്രീയെ കൊന്നു. അന്ന് പ്രവാചകത്ത് വന്ന് സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് പ്രവാചകൻ ആക്ഷനൊന്നും എടുത്തില്ല. ഇതാണ് ഇവർ തെളിവായിട്ട് വയ്ക്കുന്നത്. ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ്, കാബ് ബിൻ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു യഹൂദൻ പ്രവാചകനെതിരെ വിമർശനം നടത്തി അയാളെ ആളെ വിട്ട് കൊല്ലിച്ചു. ഇതാണ് മറ്റൊരു വിമർശനം. അപ്പോൾ ഈ രണ്ട് ആണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആയിട്ടെടുത്ത് കാണിക്കുന്നത്. ഇവർ ബാക്കിയുള്ളത് അവിടെ കൊല്ലുന്നു, ഇവിടെ കൊല്ലുന്നു, രാജ്യങ്ങളിൽ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്തിനു കൊല്ലുന്നു എന്നുള്ള നമുക്ക് ഓരോരോ കേസ് എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്താണ് ആൾ ചെയ്തത്, വെറുതെ കൊലക്കുറ്റത്തിന് ചെയ്തതാണോ, രാഷ്ട്രത്തിനെതിരെ എന്ത് ചെയ്തു, അതൊക്കെ നോക്കണം. അല്ലാതെ ഓരോ രാജ്യത്ത് ഈ നിയമമുണ്ട് ആ നിയമമുണ്ടെന്ന് പറയുന്നതല്ലാതെ അവിടെ എന്താണ് ആ നിയമം എഴുതി വെച്ചിരിക്കുന്നത്, എന്ത് കുറ്റത്തിനാണ് മതം നിന്നാന്നായിരിക്കും പറയുന്നത്. അത് ആ രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്ന കുറ്റത്തിന് മതം നിന്നാന്നായിരിക്കും. മതരാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിനെതിരെ ഇപ്പം കള്ളക്കെടുത്ത് പാടില്ല, അല്ലെങ്കിൽ രഹസ്യം ചോർത്തരുത്, അതൊക്കെ തന്നെ മതം നിന്ന കേസായിട്ട് എടുക്കും, രഹസ്യം ചോർത്തി കൊടുക്കുക എന്നുള്ള പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു എന്ന് പറയാതെ നമുക്ക് പ്രമാണത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അത് നോക്കാവുന്നതാണ്. നമുക്ക് ഈ രണ്ട് കാര്യമാണ് പ്രമാണങ്ങളിൽ നിന്ന് എടുത്തിപ്പോൾ കാണിച്ചേക്കുന്നത്.
അപ്പം അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ആദ്യത്തെ ഇത് ആരിഫിൻ്റെ ഇത് തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആരിഫ് പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യമേ ക്ലിപ്പായിട്ട് ഡീറ്റെയിൽഡായിട്ട് ആ ഹദീസ് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഹദീസ് അവിടെ ഇരിക്കട്ടെ, നമുക്കത് അവസാനം നോക്കാം ഹദീസ് എന്താണെന്നുള്ളത്. പൊതുവേ എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? എന്തായാലും ഖുറാനിലും മറ്റ് ഹദീസിലെ പല സംഭവങ്ങളിലും കാണുമല്ലോ. അതിനകത്ത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമേ ഒരു ഖുറാൻ ആയത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം എന്താണെന്നുള്ളത്. അത് കേട്ടിട്ട് നമ്മൾ ഒരൊറ്റ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് പറയാം. ഞാൻ ഖുറാൻ ആയത്ത് വായിക്കാം. 3:186 ചാപ്റ്റർ 3 186. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ ആരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. അപ്പം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വേദക്കാരിൽ നിന്നും മുൻ വേദം നൽകിയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കും. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. ക്ഷമ പാലിക്കുക, അതാണ് ദൃഢനിശ്ചയത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുകയാണ്. ഇത് പ്രവാചകനും കൂടെ ചേർന്നുള്ളതാണ്. നമുക്ക് മുസ്ലിങ്ങൾക്ക് പറഞ്ഞാലും അന്നത്തെ മക്കാരുള്ള ആ പീഡന സമയത്ത് മുസ്ലിങ്ങൾക്ക് ബാധകമാണെങ്കിലും അതേപോലെ നമ്മളും ഇതേപോലെ പീഡിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ശല്യപ്പെടുത്തുകയാണ്, നമ്മളെ തെറി വിളിപ്പിക്കുകയാണ് എന്നുണ്ട്, നമുക്കൊരു ഗവൺമെൻറ് ഇല്ല, അവരെ എന്താണ് കറക്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല അവർ ഗവൺമെൻറ് എന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രവാചകനെതിരെ പറഞ്ഞാലും സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അവരെ പോയി കൊല്ലാനോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക തലവെട്ടാനോ ഒന്നും ഈ ആയത്തിൽ പറയുന്നില്ല. ഈ ആയത്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആയത്ത് 3:186. ഇത് പ്രവാചകനെ ഡയറക്റ്റായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നീ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അവരുടെ, അതായത് സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി മനക്ലേശത്തിലാവുകയും അരുത്. അപ്പോൾ അവർ പല രീതിയിൽ തന്നെ എതിർക്കും, വേണ്ടാത്തത് പറയും, മോശമായിട്ട് പറയും. അത് ഓർത്ത് നീ വിഷമിക്കരുത്, മനക്ലേശത്തിലാവരുത്, അതങ്ങനെ തന്നെയാണ് എന്നാണ് അല്ലാഹ് പറയുന്നത്. അല്ലാതെ അവർ തന്നെ പറഞ്ഞ ഉടനെ പോയി കൊല്ലുന്നുള്ളതല്ല പറഞ്ഞത്. അപ്പം അതല്ല, പ്രവാചകനെ എതിർത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും തെറി വിളിച്ചാലോ ഉടനെ അവരെ പോയി കൊല്ലുക എന്നുള്ളത് അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിലില്ല. ഇനി ഞാൻ ഇത് രണ്ട് വായിച്ചു. ഇനി ഞാൻ ആയത്തെ നമ്പർ മാത്രം പറഞ്ഞു പോകാം, നിങ്ങൾ റെഫർ ചെയ്തോളാം. ഇനി ഖുർആൻ 5:32 നിങ്ങൾ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വധശിക്ഷ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. വധശിക്ഷ 2 കാര്യത്തിന്. അതിനകത്ത് പ്രവാചകനെ എതിർത്താൽ അല്ലെങ്കിൽ പ്രവാചകനെ വിമർശിച്ചാൽ അവർക്ക് വധശിക്ഷ നൽകണമെന്ന് എവിടെയില്ല. ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. 5:32 അല്ലെങ്കിൽ 33, 2 ആയത്തിൽ ചില ട്രാൻസ്ലേഷനിൽ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. 33. അപ്പോൾ 33 വായിക്കാം. 5:33. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് അള്ളാഹുവിനോടും ദൂതനോടും പോരാടുന്നവർക്കാണ് ഈ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹും മുഹമ്മദ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെൻറ് എന്നാണ് അർത്ഥം. ഇസ്ലാമിക ഗവൺമെൻറ്റിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രദ്രോഹം ചെയ്യുന്നവർക്ക്, രാഷ്ട്രത്തിൻ്റെ നിയമത്തിന് എതിരായിട്ട് മറ്റാൾക്കാരെ കൊല്ലുന്നവർക്ക് എന്നിങ്ങനെയുള്ള ഡെഫിനിഷൻ ശരിക്കും. അള്ളാഹും പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് എന്ന് വരും, മറ്റ് ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസ് എന്നുള്ള അർത്ഥം വരും. ഇവർ വിചാരിച്ച് ഇത് പറയുന്നത് അള്ളാഹുവിനും റസൂലിനും പോരാടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും പോരാട്ടം എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ഉദാഹരണം കാണണമെങ്കിൽ ഈ കുറച്ച് ഗ്രാമവാസികൾ വന്നിട്ട് പ്രവാചകൻ്റെ അടുത്ത് വന്ന് സുഖമില്ലാതെ വയ്യാതെ പട്ടിണിയായിട്ട് വിശപ്പായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഒരു സ്ഥലത്ത് അവിടെ തന്നെ താമസിക്കാൻ പറയും മദീനയിൽ. അപ്പം ഒരു ആടിനെയൊക്കെ നോക്കുന്ന ഒരു കൂടാരത്തിൽ അവിടെ ആടിനെ നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. അവിടെ കൂടെ തന്നെ താമസിപ്പിക്കുക ആൾക്കാർ. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സുഖമില്ലാതെ പട്ടിണിയായിട്ട് വന്നവരെല്ലാം ആഹാരം കഴിച്ചതിന് ശേഷം അപ്പോഴാണ് ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ വയറിന് സുഖമില്ലാന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാൻ പറയും. അത് കുടിച്ച് അവരുടെ വയറുവേദന മാറുകയും ചെയ്യും. അപ്പം ഇത് സാധാരണ എല്ലാവരും പറയുന്നുണ്ട് ഇസ്ലാമിലെ ചികിത്സയാണ് ഇത്. ഇത് ഇസ്ലാമിലെ ചികിത്സ എന്നുള്ളതല്ല. അന്നത്തെ കാലത്ത് അവർക്ക് ആ ക്ലൈമറ്റ് പിടിക്കാതെ വേറെ സ്ഥലത്ത് വന്ന ആൾക്കാർക്ക് ക്ലൈമറ്റ് പിടിക്കാത്തതുകൊണ്ട് അന്ന് അതൊരു ഒരു മെഡിസിനായിട്ടാണ് അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. അങ്ങനെ ആണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ ഇത് വഹീൽ പറഞ്ഞത് ഇത് മെഡിസിൻ കാലാകാലം അവസാനം വരെ നിങ്ങളിത് കുടിക്കുക എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അന്നത്തെ സമയത്ത് അവർക്കുണ്ടായിരുന്നതാണ് ആ ഡെസേർട്ട് കണ്ടീഷൻസ് പിടിക്കാത്ത ആൾക്കാർക്ക് അന്ന് അതാണ് മരുന്ന് അവിടുത്തെ. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞ് അവർക്ക് മാറുകയും ചെയ്തു. ഓക്കെ, അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അവർ അസുഖമെല്ലാം മാറുകയും ചെയ്യും. രാത്രി ആകുമ്പോഴത്തെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ആ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ട് അവിടെയുള്ള ആടുകളെയും ഒട്ടകത്തിനെല്ലാം എടുത്തോണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇത് അടുത്ത ദിവസം മനസ്സിലാക്കി പ്രവാചകൻ ആളിനെ വിട്ട് ഇവരെ പുറകെ ഓടിച്ചു പോയി ഇവരെ പിടിച്ചിട്ട് അവരെ
ഇതേപോലെ എങ്ങനെയാണോ ആളിനെ കൊന്നത് ആ രീതിയിൽ അവരെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നുള്ളത് ഒരു ഹദീസിൽ കാണാം. ഈ കൈകാൽ വെട്ടുന്നത് അള്ളാഹുവിനും റസൂലിനെതിരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ ഗവൺമെൻറ് നിയമത്തിനെതിരെ ഒരാളിനെ കൊല്ലുന്നത് അവിടെ കുറ്റകരമാണ്. ആവശ്യമില്ല ഇങ്ങനെ മോഷ്ടിച്ച് ഒരാളിനെ കൊന്നിട്ട് പോകാന്ന് പറയുന്നത് രാഷ്ട്രത്തിനെതിരാണ്. അതാണ് അള്ളാഹുവിനും ദൂതനെതിരുന്നത്. ആ സമയത്താണ് ഈ വചനം വന്നതെന്നുള്ള ഹദീസിൽ നിങ്ങൾക്ക് കാണാം. ഈ സംഭവം രണ്ട് ഹദീസിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അബൂദാവൂദ് 4357, അബൂദാവൂദ് 4364 ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആക്ച്വലി അള്ളാഹുവിനും റസൂലിനും എതിരെ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആരിഫ് പറയുന്ന കണക്ക് പ്രവാചകനെ വിമർശിച്ചാൽ എന്നുള്ള അർത്ഥം ഇതിനകത്തില്ല. അതുപോലെ മറ്റൊരായത്ത് 6:33-34 വായിക്കാം. നബിയെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ച് തള്ളുന്നത്. പ്രത്യുത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. നിനക്ക് മുമ്പ് ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും വർദ്ധിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നവരെ അവർ സഹിച്ചു. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെയില്ല. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അള്ളാഹു പറയുന്നത് അവരുടെ വ്യസനങ്ങൾ വാക്കുകൾ നിന്നെ ഒരുപാട് വ്യസനിപ്പിക്കുന്നുണ്ട്. പക്ഷേ നീ ക്ഷമ കൈകൊള്ളുക, അവരെ തിരിച്ചൊന്നും ചെയ്യരുത്. നിന്നെല്ലാം നിഷേധിക്കുന്നവർ എന്നെയാണ് നിഷേധിക്കുന്നത്, അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അവർ ആക്രമിച്ച് നിഷേധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ എന്നെയാണ് നിഷേധിക്കുന്നത്, അതിനുള്ള ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അവരെങ്ങനെയും തലവെട്ട് കൊല്ലും എന്നുള്ള രീതിയിൽ അതുമില്ല. ഇതേ സമാനമായ വാക്കുകൾ ഖുർആൻ 10:65 കാണാം. അവരുടെ വാക്കുകൾ നിന്നെ വ്യസനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഖുർആൻ 36:76 ഇതേ സംഭവം പറയുന്നുണ്ട്. അതായത് 36:76 നമുക്ക് വായിക്കുന്നത് എങ്ങനെയാണ്: അതിനാൽ അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നു. അപ്പോൾ അവരിങ്ങനെ പലതും പറയും, നിന്നെ നിഷേധിച്ച് തള്ളും, നിന്നെക്കുറിച്ച് മോശം പറയും. അതൊന്നും നിന്നെ വ്യസനിപ്പിക്കാൻ പാടില്ല. അവരങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് നീ ഇതാക്കേണ്ടത് അള്ളാഹുവാണ് നോക്കുന്നത് എന്നുള്ളത്. അതുപോലെ മറ്റൊരായത്ത് എന്ന് പറയുന്നത് 9:61. അത് നമുക്കിങ്ങനെ വായിക്കാം. നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവിക്കൊള്ളുന്ന ആളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമുള്ളത് ചെവിക്കൊള്ളുന്ന ആളാകുന്നു. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്നും വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണ് അദ്ദേഹം. അള്ളാഹുവിൻ്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് എന്ന് ഇത് ക്ലിയറായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അള്ളാഹു അവരുടെ കാര്യത്തിൽ നോക്കിക്കൊണ്ട് തീർപ്പ് കൽപ്പിച്ചുള്ളൂ. അല്ലാതെ ഈ ലോകത്ത് അവരെ പോയി കൊല്ലാനോ വെട്ടാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. ഇതുപോലെ മറ്റ് ആയത്തുകൾ കാണാം. ഖുർആൻ്റെ 20:130 ക്ഷമ പാലിക്കുക, അവരെന്ത് പറഞ്ഞാലും അവരോട് ക്ഷമിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഖുർആൻ്റെ 38:17 ദാവൂദ് നബിയെ പോലെ നീ ക്ഷമിക്കുക. അങ്ങനെ പലതും അവർ പറയും, ക്ഷമിച്ച് നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഖുർആൻ്റെ 68:48 അതിനകത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം. അതുകൊണ്ട് നിൻ്റെ രക്ഷിതാവിൻ്റെ വിധി കാത്ത് നീ ക്ഷമിച്ചു കൊള്ളുക. നീ മത്സ്യത്തിൻ്റെ ആളെപ്പോലെ, ബ്രാക്കറ്റിൽ യൂനിസ് നബിയെ പോലെ ആകരുത്. അദ്ദേഹം ദുഃഖ നിമഗ്നനായിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം എന്നാണ് ആയത്ത് പറയുന്നത്. അതായത് അവരെന്തെങ്കിലും പറഞ്ഞാൽ നീ ക്ഷമ കൈക്കൊള്ളുക, അത് അള്ളാഹു നോക്കിക്കോളും. അവരുടെ കാര്യത്തിൽ അള്ളാഹു നോക്കിക്കോളും. നിൻ്റെ രക്ഷിതാവിൻ്റെ വിധി കാത്തു നിൽക്കുക. അല്ല നീ പോയി ആക്ട് ചെയ്ത് അവരെ അടിച്ച് കൊല്ലുക, ഇത് ഒന്നും ചെയ്യരുത്, ശിക്ഷിക്കുകയൊന്നും ചെയ്യരുത്. നിന്നെ ആരെങ്കിലും പഴിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നോക്കിക്കോളും. അള്ളാഹുവിൻ്റെ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുക. യൂനുസ് നബിയെ പോലെ ആവരുത്. യൂനുസ് നബി മീൻ്റെ വയറ്റിലുള്ള നബി എന്ന് പറഞ്ഞാൽ യൂനുസ് നബിയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കാതെ അല്പം ധൃതി കാണിച്ച് നാട് വിട്ടുപോയി, പ്രബോധനം ചെയ്യാതെ നാട് വിട്ടുപോയി. അങ്ങനെ ധൃതി കാണിക്കരുത്. അത് അള്ളാഹു വേണ്ട സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളും എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു വിധത്തിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇത്ര ആയത്തുകളാണ്. ചെയ്യരുത്, അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊന്നും ആക്ഷൻ എടുക്കരുത് എന്നുള്ളതാണ്. പ്രവാചകന് പറഞ്ഞാൽ തന്നെ നിന്നെ ഒരുപാട് വ്യസനിപ്പിക്കുന്നുണ്ട്, അവരുടെ വാക്കിൽ നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്, വ്യസനിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന വരും. അള്ളാഹുവിനറിയാം എപ്പോഴാണ് അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്, അത് അള്ളാഹു നോക്കിക്കോളും. പ്രവാചകൻ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ഇല്ല എന്നുള്ളത് പറയുന്ന കേൾക്കാം. അതുപോലെ ഖുർആൻ്റെ 70:5 ഇതേപോലെ താങ്കൾ ക്ഷമ പാലിക്കുക. എത്ര ആയത്തായി നോക്കുക, ക്ഷമിക്കുക, ക്ഷമ പാലിക്കുക എന്നുള്ളത്. വേറൊരു ആയത്ത് കാണാം. മറ്റൊരായത്ത് 73:10 അതിൽ പറയുന്നത്, അവർ അവിശ്വാസികൾ പറയുന്നതിനെ പറ്റി നീ ക്ഷമിക്കുകയും ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് അവർ കേൾക്കാനും നിൽക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് ആക്ഷൻ എടുക്കേണ്ട, അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവരെന്ത് പറഞ്ഞാലും മോശം പറഞ്ഞാലും അവർ കേൾക്കാൻ നിൽക്കേണ്ട എന്നുള്ളത് ഉള്ള ആയത്ത് നിങ്ങൾക്ക് 73:10 കാണാം. അടുത്ത ആയത്ത് 3:159 അതിനകത്ത് നമുക്ക് വായിക്കുന്നത്, നബിയെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടി ആലോചിക്കുകയും ചെയ്യുക. അങ്ങനെ
നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക, തന്നിൽ ഭാരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇത് മുസ്ലിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇനി പ്രവാചകനെ വിമർശിച്ചാലും അവർ പറയുന്നത് പ്രവാചകന് അനിഷ്ടക്കേടുണ്ടായാലും അള്ളാഹു പറയുന്നത് എൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നത്. ഇങ്ങനെ നമ്മൾ സാധാരണ ജനങ്ങളായാലും ആണ് നമ്മളെപ്പോലുള്ള ആൾക്കാരാണെങ്കിലും പോലും നമ്മളെക്കുറിച്ച് വിമർശിക്കുമ്പോഴും നമുക്കെതിര് പറയുമ്പോഴും ആക്ഷേപിക്കുമ്പോഴൊക്കെ ദേഷ്യം വരും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആരായാലും സ്വന്തത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാരും ദേഷ്യം വരും. പക്ഷേ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ആ സ്വഭാവമാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അള്ളാഹു പറയുന്നത് എൻ്റെ ഒരു കാരുണ്യമുള്ളതുകൊണ്ടാണ് നീ അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വളരെ സൗമ്യമായി പെരുമാറുന്നത്. നീ ഒരു പരുഷ സ്വഭാവവും കഠിന ഹൃദയമായിരുന്നെങ്കിൽ ആൾക്കാർ എപ്പോഴും നിന്നെ വിട്ട് ഓടിപ്പോയാനെ. അപ്പം എല്ലാവരോടും സൗമ്യമായിട്ടാണ് പ്രവാചകൻ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നീ ക്ഷമ ചോദിക്കുക, അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുക എന്ന് ക്ലിയറായിട്ട് ഇതിനകത്ത് പറയുന്നത് കേൾക്കാം. ഇതിൽ ഒരു തിരിച്ചൊരു ചോദ്യം വരും. അവർ പറയും ഇതൊക്കെ മക്കയിൽ മാത്രം ഉള്ളതാണ്, മദീനയിൽ പാടില്ല എന്നെല്ലാം ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇത് പ്രവാചകന് ഇതില്ലാത്ത കാലത്ത്, എന്താണ് അധികാരം ഇല്ലാത്ത കാലത്താണ് ഇതെല്ലാം ഉണ്ടായത് എന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല. അതായത് ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ളപ്പോൾ പോലും പ്രവാചകനെതിരെ സംസാരിച്ചിട്ട് പ്രവാചകൻ ഉണ്ടാതെ തന്നെ ഇരുന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഖൈബറിൽ വെച്ചിട്ട് ഒരു ജൂത സ്ത്രീ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു പ്രവാചകന്. ഒന്നും ചെയ്തില്ല. അത് മക്കയിലല്ലല്ലോ, അത് മദീനയിലല്ല. ഫുൾ അധികാരം കയ്യിൽ, ഖൈബറെല്ലാം പിടിച്ചടക്കി എല്ലാം കയ്യിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. വലിയൊരു ചക്രവർത്തി ആയിരിക്കുന്ന സമയത്ത് കൊല്ലാൻ നോക്കി. ഇത് കൊല്ലെന്താണ് ഒരാളുടെ വിമർശിക്കുകയല്ല, അധിക്ഷേപം പറയുന്നതല്ല, കൊല്ലാൻ ജീവൻ തന്നെ എടുക്കാൻ നോക്കി. എന്നിട്ടൊന്നും പറഞ്ഞില്ല. ഇത് ക്ഷമിച്ചു വിടാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ബുഖാരിയിലെ 2617. അപ്പോൾ ഇത് എന്തിനെടുത്താലും ഇവർ മക്കയിൽ മദീന, മക്ക മദീന എന്ന് മാറ്റുന്നത്. ഇതെല്ലാം ഈ ആയത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത്. ഈ മക്കയിൽ ഇറങ്ങിയ ആയത്ത് മക്കൻ സിറ്റുവേഷനിൽ ആവശ്യം തന്നെയാണ്. അതൊന്നും നെസ്കൊന്നും ആവത്തില്ല. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ മദീനയിലും ഉണ്ട്. പിന്നെ അധികാര കൈമാറ്റം ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ. ഇപ്പം മക്കയിൽ ഒരാൾ ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിന് പ്രവാചകൻ ശിക്ഷിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കണം. ആ ഒരു വ്യത്യാസം വരും മക്കയും മദീനയും തമ്മിൽ. അല്ലാതെ പ്രവാചകനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പഠിക്കുന്നതിനോ അദ്ദേഹത്തിനെ എതിർക്കുന്നതിനോ ഒന്നും ഇത് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ എതിർത്താൽ ശിക്ഷിക്കും, മദീനയിൽ വന്നാലും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രവാചകനെ സ്വന്തമായിട്ട് വിമർശിച്ചതിന് ഒരിക്കലും പ്രവാചകൻ റിവഞ്ച് എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ബുഖാരിയിലെ 6126 കാണാം. ഒരു കാലത്തും നെവർ എന്നാണ് പറയുന്നത്. പ്രൊഫറ്റ് നെവർ ടു റിവെഞ്ച് എന്ന് പറയുന്നത്. അതായത് ഒരു കാലത്ത് ആദ്യം മുതൽ അവസാനം വരെയും മക്കയിലായാലും മദീനയിലായാലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചാൽ, അദ്ദേഹത്തെ പറഞ്ഞാൽ റിവെഞ്ച് എടുക്കത്തില്ല. അത് ബുഖാരി 2626 കാണാം. പ്രത്യേക സംഭവമായിട്ട് കാണാം. ഈ ജൂതന്മാർ വന്നിട്ട് അദ്ദേഹത്തിന് അസ്സാമു അലൈക്കും എന്ന് പറയും. അസ്സാം അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു ലാം വിട്ടിട്ട് പറയും. അതായത് നാശം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. അത് പ്രവചനം മനസ്സിലായത് എന്താ പറയുന്നത് എന്നുള്ളത്. അവർ അസ്ലാം അല്ല പറയുന്നത്, എന്നെ ഇതാണ് പറയുന്നത്, എന്നെ നാശമാവട്ടെ എന്നാണ് പറയുന്നത് പ്രവാചകൻ മനസ്സിലാവും. ഉടനെ തലവെട്ടി കളഞ്ഞവരാ. ആയിഷ ബീവിക്ക് ദേഷ്യം വരും, അവർ പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബി ലീനിയൻറ്റ്, ബി കൈൻഡ് ആൻഡ് ലീനിയൻറ്റ്, നമുക്ക് അതാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചു പോലും പറയത്തില്ല. അസ്സാമു എന്ന് അവർ പറഞ്ഞു നിനക്ക് നാശം ഉണ്ടാകട്ടെ എന്തെങ്കിലും പറയാം, അതുപോലും പറയാതെ വാലേക്കും നിങ്ങൾക്കും അതുപോലെ എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ പറയും. ഈ ഹദീസ് നിങ്ങൾക്ക് ബുഖാരിയിലെ 6024 കാണും. അപ്പോൾ ഇവിടെ മദീനയിൽ പോലും നേർക്ക് മുഖത്തിന് പുറകിലും അല്ല, മുഖത്തിന് നേരെ അധിക്ഷേപിക്കുന്നു. ആ വാക്ക് പോലും തിരിച്ച് പറയുന്നില്ല. അവർ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് പോലും പറയാതെ വാലേക്കും നിങ്ങൾക്ക് അതുപോലെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് നിങ്ങൾ തലയെടുക്കാൻ പറഞ്ഞു, കൈവെട്ടാൻ പറഞ്ഞു, കാലുവെട്ടാൻ പറഞ്ഞു, പ്രവാചകനെതിരെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലണം, അതെന്തെങ്കിലും നാട് കടത്തണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കുള്ള വസ്തുത നിങ്ങൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു. അതുപോലെ ആയിഷ ബീവിക്കെതിരെ ഒരുപാട് കളങ്കം ചുമത്തിയവർ അവിടെ അന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, ജൂതന്മാരെല്ലാം ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും ഒരാക്ഷനും എടുത്തിട്ടില്ല എതിരെ പറഞ്ഞതിന്. അതുപോലെ ഗനീമത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കിട്ടുന്ന മുതൽ അത് യുദ്ധത്തിൽ ഒരു ഗ്രൂപ്പ് തോറ്റു കഴിഞ്ഞാൽ അവിടെ ഉള്ള അവർ കൊണ്ടുവന്ന ആ സാധനങ്ങൾ ജയിച്ചവർക്ക് സ്വന്തമാക്കാം. അത് അന്നും ഇന്നും എല്ലാ രാജ്യത്തുമുള്ള റൂളുകളാണത്. സെപ്പറേറ്റ് ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ സ്ഥലം അതാണ് അവർക്ക് ശമ്പളം. ജയിക്കുന്നവർ ഒന്നി ജീവൻ പോകും, ജയിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ കൊണ്ടുവരുന്ന സ്വത്തുക്കൾ, വാള്, ഗരജ, ഒട്ടകം അതൊക്കെ അവർക്ക് കിട്ടും. ഇതാണ് അങ്ങനെ അത് വീതിച്ച് നൽകുന്നതിൽ പലപ്പോഴായിട്ട് പ്രവാചകൻ മക്കക്കാർക്ക് കൂടുതലായിട്ട് കൊടുക്കും. അപ്പം അത് മക്കക്കാർ കൊടുക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗോത്രം അപ്പോഴായിരിക്കും ഇസ്ലാമിലോട്ട് വന്നത്, അവർക്ക് കൂടുതലായിട്ട് കൊടുക്കും. ഇത് ചിലപ്പം മദീനവാസികൾ ഇത് വിമർശിക്കാറുണ്ട്. നേരെ വിമർശിക്കുക, അല്ലെങ്കിൽ വേറെ ബാക്കി കൂടെ വിമർശിച്ച ന്യൂസ് വരും. അപ്പോഴൊക്കെ എൻ്റെ ന്യായം പറഞ്ഞു കൊടുക്കും. അതായത് അവരിപ്പോഴാണ് വന്നത്, അവരുടെ ഈമാൻ ഉറച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൂടുതൽ കൊടുക്കുന്നത്. ഞാൻ ഈ സ്വത്തെല്ലാം അവർക്ക് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കുഴപ്പം നിൽക്കാം, അതിൽ നിങ്ങൾക്ക് അതാണ് വേണ്ടത്, എനിക്ക് അതാണ് വേണ്ടതെന്ന് പറയും. എനിക്ക് എല്ലാം പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. നിങ്ങൾ ലോകത്തുള്ള എല്ലാവരും ഒരു പാതയിലൂടെ പോയി, ഒരു വഴിയിലൂടെ പോയി, നിങ്ങൾ മറ്റൊരു വഴി കൂടെ പോകണേ, ഞാൻ നിങ്ങളെ കൂടെ വരത്തുള്ളൂ, ഞാൻ നിങ്ങളുടെ ആളായിട്ടിരുന്നോളാം. ആ ഒരു കണ്ടീഷൻ നോക്കണം. അപ്പം അവർക്ക് ഈമാൻ പെട്ടെന്ന് ഇതുവരെയും കുഫാറിലായിരുന്നു, ഷിർക്കിലായിരുന്നു. എന്നിട്ടും അവർ മാറിയാണ് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്. അപ്പം അവർക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അത് യൂസ് ആവും എന്നൊക്കെയുള്ള കറക്റ്റായ ലോജിക്കായ ന്യായങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തിയതാണ്. അത് നമുക്ക് ബുഖാരിയിൽ 6163 ബുഖാരി 3150 ഹദീസിലും കാണാം.
അപ്പം അവിടെ ഉടനെ കൊല്ലുകയല്ല, എതിരാണ് പറയുന്നത്. വേറൊരാൾ പറഞ്ഞിട്ട് ഇത് അനീതിയായ പങ്കിടാന്ന് നേരെ പറയും. അപ്പോഴും അയാളൊന്നും ചെയ്യത്തില്ല. ഉമറിനെ കൊല്ലട്ടെ എന്ന് വിചാരിക്കും, വാളെടുത്ത് ഞാൻ കൊല്ലട്ടെ എന്ന് പറയും. വിട്ടേക്കൊന്നും ചെയ്യേണ്ടെന്ന് പറയും. ഇത് കുഫറിൻ്റെ, അതായത് മുസ്ലിമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ എതിരെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവൻ്റെ ഒരു എന്താണ്, ഇവർക്ക് പിൻഗാമികൾ കുറേ പേര് വരും. അവർ ഇതിലും മോശമായിരിക്കും. അവർ ഖുർആൻ ഓതും, പക്ഷേ അവരുടെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങത്തില്ല എന്നുള്ള ആ സംഭവമൊക്കെ അതിനകത്ത് കാണാം. ഞാൻ ഈ പറഞ്ഞ 2 ഹദീസുകളിൽ ഒരു ഹദീസിലുണ്ട് അത്. അപ്പം വിമർശിച്ചിട്ടുണ്ട്, പ്രവാചകനെ നേരെ വിമർശിച്ചിട്ടുണ്ട്, മുഖത്തിന് നേരെ പറഞ്ഞിട്ടുണ്ട്, ഇത് വിഷം തുടങ്ങി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല. ഇനി ആ പറഞ്ഞ ഹദീസ്, കണ്ണ് കാണാത്ത സഹായിപ്പെട്ടത്, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ഹദീസ് നമ്മൾ ഇത്രയും ഇത് പറഞ്ഞു, എന്താണ് ഇത്രയും ഖുർആൻ്റെ ആയത്തുകളും ഹദീസെല്ലാം പറഞ്ഞു, അതിനെതിരായിട്ടൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ശരിയായ ഹദീസല്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ്. ഈ അന്ധനായ ആളുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം അദ്ദേഹമാണ് വന്ന് വിവരിക്കുന്നത്. അദ്ദേഹം എന്തിനു കൊന്നു ഏതിനു കൊന്നു ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇതുകൊണ്ടാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓക്കെ എന്ന് പറയുന്നത് അത് ഇസ്ലാമിലുള്ള നിയമമല്ല. ഒരാളെ കൊല്ലുന്നത് കഴിഞ്ഞാൽ അപ്പോഴേ വിചാരണ നടത്തണം. എന്താണ് നടന്നത്, എന്താണ് സംഭവം, ഇങ്ങനെയാണോ, ഇയാൾ പറഞ്ഞ കള്ളമാണെങ്കിലാ വെറുതെ ഒരാളെ കൊന്നിട്ടൊന്നും ഇങ്ങനെ പറയാമല്ലോ, പ്രവാചകനെതിരായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കും വേണേൽ പറഞ്ഞൂടെ. അപ്പം ആ ഇസ്ലാമിൻ്റെ ബേസിക്സ് തന്നെ മാറി. ബേസിക്കാർ ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ അതിന് വിചാരണയാണ് നടത്തുക. അതുകൊണ്ട് തന്നെയാണോ കൊന്നത്, അതിൻ്റെ സൈഡിലുള്ള ആൾക്കാർ വിറ്റ്നസ്സുകളെല്ലാം കൊണ്ടുവന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഇത് കള്ളാന്ന് നമുക്കറിയാൻ പറ്റും, ഈ ഹദീസ് ശരിയല്ല എന്നുള്ളത്. രണ്ടാമത്തത്, ഇങ്ങനെ കൊല്ലണമെന്നുള്ള നിയമം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ കൊല്ലുക എന്നുള്ളത്. വേറെ ആ കേസിൽ ഒരിക്കലും കൊല്ലാനുള്ള ഒരു ഓർഡർ ഇല്ല. അതുകൊണ്ട് ആ ഹദീസ് അബൂദാബിദിൽ വന്നതാണ്, 4357 അബൂദാബിദ് 4358, നസൈ 4054, ഇതിലൊക്കെ ഉണ്ടെങ്കിലും അത് ഖുർആൻ്റെ ബേസിക് കൺസെപ്റ്റിനെതിരാണ്. നമ്മൾ പറഞ്ഞ ഇത്ര ആയത്തുകൾക്കെതിരാണ്, ഇത്രയും സംഭവങ്ങൾക്കെതിരാണ്. അതുമല്ല, ഇസ്ലാമിൻ്റെ ആ പീനൽ ലോസ് അതിനകത്ത് ഫോളോ ചെയ്യപ്പെടുന്നില്ല. വിചാരണ എന്നുള്ള സംഭവം നടക്കുന്നില്ല. അത് വിചാരണ നടന്നിട്ട് ഓക്കെ എനിക്കെതിരെ പറഞ്ഞു എന്ന് അങ്ങനെയാണെങ്കിലും പറയാം, ഓക്കെ. പക്ഷേ വിചാരണ പോലും ചെയ്യാതെ ഒരിക്കലും പ്രവാചകൻ ചെയ്യത്തില്ല. ചെറിയ കേസാണെങ്കിലും വിചാരണ, ഇപ്പോൾ യഹൂദന്മാർ മുസ്ലിങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് കേസ് കൊണ്ട് അതെല്ലാം വിചാരണ ചെയ്ത് ആരുടെ പുറത്താണ് തെറ്റുന്നത് ആ വാദത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് പ്രവാചകൻ ആക്ഷൻ എടുക്കുക. അതുകൊണ്ട് ആ ഹദീസ് നിൽക്കത്തില്ല, ഇസ്ലാമിൻ്റെ ബേസിക് ടീച്ചിങ്സിന് എതിരാണ്. അടുത്തത് കാബ് ബിൻ അസ്റഫിൻ്റെ ഇത് കൊന്നതാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് കാബ് ബിൻ അഷ്റഫ് അദ്ദേഹം ഒരു ചക്രവർത്തിയാണെങ്കിൽ ആളിനെ വിട്ട് കൊല്ലിക്കേണ്ട ആവശ്യമുണ്ടോ, അവനെ കൊണ്ടുപോകാം, ഇവിടെ ഞാൻ കൊല്ലാം. കാബ് അഷ്റഫ് എതിരായിട്ട് കാബ് ബിൻ അഷ്റഫ് ചെയ്തത് ചില പ്രവാചകനെ വിമർശിച്ചല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ബദറിന് ശേഷം ബദറിൽ മദീന ജയിച്ചു, പ്രവാചകൻ അതിനകത്ത് ജയിച്ചു. അതിൽ ദേഷ്യം വന്ന ഒരു ഇതാണ് ഇവൻ ഖൈബറിൽ താമസിച്ചിരുന്ന ഒരു ജൂതനാണ് കാബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്നത്. അവൻ എന്തായത് ആ മക്കയിലെ അറബികളായിട്ട് ചേർന്നിട്ട് മദീനയെ തകർക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും റെഡിയായിക്കൊണ്ടിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഖൈബർ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മദീനയെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഖൈബറിലുള്ള ആൾക്കാർ കോട്ട കെട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്, നല്ല സെക്യൂർഡാണ്. അങ്ങനെ പെട്ടെന്ന് അവരെ പോയി നമുക്ക് അറ്റാക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന്. അപ്പം ഒരു ടെക്നിക്കൽ മാത്രമേ അയാളെ സമീപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അയാളുടെ ഹാഫ് ബ്രദറായ മുഹമ്മദ് ബിൻ മാസലമ എന്നുള്ള ആളിനെ തന്നെയാണ് പ്രവാചകൻ വിടുന്നത്. അപ്പം അവർ സ്വന്തം ഹാഫ് ബ്രദറാണ്, അയാൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഇവ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. അയാളാണ് പറയുന്നത് ഞാൻ പോയി അവനെ കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ അയാളെ പുറത്ത് കൊണ്ടുവന്ന് അതിനാണ് കുത്തിക്കൊല്ലുന്നത്. അത് ശരിയാണോ എന്ന് ചോദിക്കും, ഇങ്ങനെ പറ്റിച്ച് കൊല്ലാവോ എന്നുള്ളത്. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒരു സ്പൈ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ സ്പൈയിൽ തന്നെ 5 ടൈപ്പ് സ്പൈ ആണ് സാറിന് പറയുന്നത്. അതിൽ ഒരു സ്പൈ ആണ് ഡീംഡ് സ്പൈ എന്ന് പറയുന്നത്. ഡീംഡ് സ്പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾ ആൾക്കാരായിട്ടിരിക്കുക അവിടെ പോയിട്ട്. അവിടെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് പാകിസ്ഥാനിൽ ഇരുന്നിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അജിത് ദോയൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. ഇന്നത്തെ നമ്മുടെ ഡിഫൻസിൽ ഉള്ള മെയിൻ ആളാണ് അജിത് ദോയൽ. അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ രഹസ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കള്ളമല്ലേ, ഇത് ചതിയല്ലേ എന്നത് എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ആർമിയിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. അത് ആ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന അർത്ഥത്തിലാണ് ഡീംഡ് സ്പൈ. അതുപോലെ തന്നെ ഇപ്പം പാലസ്തീൻ്റെ മറ്റേ ഹമാസിൻ്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊന്നില്ലേ, അതെല്ലാം ഫുൾ അവിടെ ആളുണ്ട്, സ്പൈ ഉണ്ട്. അതാണ് കറക്റ്റായിട്ടല്ല എവിടെ താമസിക്കുന്നത്, ഇവിടെ വന്ന് കറക്റ്റായിട്ട് റോക്കറ്റ് അടിച്ച് കൊന്നത്. അതുപോലെ തന്നെ നേരത്തെയും ഇതുപോലെ തന്നെ ഒരു ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററിനെ ഒരു മിസൈൽ വെച്ചിട്ട് ഒരു കോൺവോയിൽ കറക്റ്റായിട്ട് അയാളെ വെച്ച് അടിച്ച് ചെയ്തോ കുറച്ച് നാളും അമേരിക്ക ചെയ്ത ഓർമ്മ കാണും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉള്ളത് തന്നെയാണത്. സ്പൈയിങ് എന്നുള്ളതും അവിടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ രാജ്യം പ്രശ്നം വരരുത് എന്നുള്ളതിന് അവർ എതിരാളികളെ ഇങ്ങനെ ചെയ്യും. ആ സംഭവം തന്നെയാണ് ഇത്. അതായത് എങ്ങനെയാണ് അവർ നേരിട്ട് അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആളിനെ വിട്ട് ഇങ്ങനെ സ്പൈ മൂലം ഡീംഡ് സ്പൈ അവിടെ ആളായിട്ട് അഭിനയിക്കും. ഡീംഡ് സ്പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആൾ പോയിട്ട് അവിടെ ആളായിട്ട് അഭിനയിച്ച് അവിടുത്തെ കാര്യങ്ങൾ സാധിക്കും. അവിടെ ഒന്നി രഹസ്യങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അവനെ കൊല്ലുക. മൊസാദൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എവിടെ നിന്നോളം പൊക്കുക, എവിടെ വല്ലതും കൊല്ലും. അത്ര ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക്. അപ്പോൾ അത് ഓരോ രാജ്യങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ്, ആ രീതിയിലാണ് പ്രവാചനം ചെയ്തത്. അപ്പോൾ പ്രവാചനം ചെയ്യുമ്പോൾ മാത്രം അത് ചതിയല്ലേ, ഇതല്ലേ അതല്ലേ എന്ന് ചോദിക്കും.
അപ്പം ബാക്കിയുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ കാര്യമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത്രയുള്ള കഅബ് ബിൻ അഷ്റഫിൻ്റെ അതിൻ്റെ ഹദീസുകൾ ഞാൻ ഓടിച്ച് പറയാം. നമ്പർ നോക്കുമ്പോൾ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റും. ബുഖാരി 4037, ബുഖാരി 1312, ബുഖാരി 1329, ബുഖാരി 1358, അതുപോലെ ബുഖാരി 1004. ഇനി പറയാൻ പോകുന്നത് ബുഖാരി 1004 ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ജൂതന്മാർ ആയതുകൊണ്ടല്ല, ജൂതന്മാരെതിരെ ഒരുപാട് പേര് മക്കയിൽ മദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോടെല്ലാം നല്ല രീതിയിലാണ് പ്രവാചകൻ പെരുമാറിയത്. ഇപ്പം ഒരു മുസ്ലിമും ജൂതനും തമ്മിൽ അടിയുണ്ടായിട്ട് ജൂതൻ പറയും മോസസാണ് വലുതെന്നുള്ളത്. അപ്പോൾ ഈ മുസ്ലിം ഒറ്റടി കൊടുത്ത് പറയും പ്രവാചകനാണ് വലുതെന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ആ സംഭവം പ്രവാചകൻ്റെ അടുത്ത് വരും ആ കേസ്. അപ്പോൾ പറയാം അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് പറയും. മോസസാണ് വലുതെന്നുള്ളത് ഒരിക്കലും പറയരുത്, അല്ല മോസസ് അല്ല ഞാനാണ് വലുതെന്ന് പറയരുത്. അതിൻ്റെ സംഭവം പറയും. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ എല്ലാവരും അള്ളാഹു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓൾറെഡി മോസസ് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ ആകർഷണ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പം ഒരിക്കലും ഒരു പ്രോഫറ്റിൻ്റെ മറ്റൊരു പ്രോഫറ്റിൻ്റെ പ്രവാചകൻ്റെ മുകളിൽ ഇത് തുല്യതയ്ക്ക് മേൽ കൽപ്പിക്കരുത്, അവർ വലിയ ആളാണെന്ന് പറയരുത്, എന്നെ അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ജൂതന്മാരുടെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അതുപോലെ ജൂതൻ്റെ അടുത്ത് പടച്ചട്ട ഉള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ബുഖാരി 2068 കാണാം. അതുപോലെ മോസസിൻ്റെ സംഭവം ബുഖാരി 1004, അതുപോലെ ഖൈബറിൻ്റെ സംബന്ധമായിട്ട് ബുഖാരി 2331 കാണാം. ഇത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഇത്ര നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ 2 ഹദീസിനും ഉത്തരം പറഞ്ഞു. അന്ധനായ സഹാബിയുടേതും അതുപോലെ കഅബ് ബിൻ അഷ്റഫിൻ്റെയും സംബന്ധം. ഈ 2 തെളിവാണ് സാറിന് അവർ കൊണ്ടുവരിക. അത് രണ്ടും നിൽക്കത്തില്ല. എന്താ സംഭവം എന്നുള്ള വിശദമായി പറഞ്ഞു. അതുപോലെ ഖുർആൻ്റെ ബേസിക് റൂൾസ് എന്താണ്, പ്രവാചകൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു വിമർശിക്കുന്നവരോട് അവരെല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ വിഷയമായിട്ട് പറയാനുള്ളത്. മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം.